അങ്ങേക്ക് സ്തുതി. കർത്താവിൽ പ്രിയരെ, വിശുദ്ധനായ പൗലോസ്ലീഹ കൊളോസ്യർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനം നമ്മെ പ്രബോധിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. ആകയാൽ നിങ്ങൾ ഉന്നതത്തിലുള്ളവയെ പറ്റി ശ്രദ്ധിപ്പീൻ, ഉന്നതത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിപ്പീൻ. ഏറ്റവും അർത്ഥവത്തായ ഉത്ഥാനകാലത്ത് ഏറ്റവും അർത്ഥവത്തായ ഒരു ദൈവ വചനമാണ്. ഉത്ഥാന രഹസ്യം നമുക്ക് നൽകുന്ന ഒരു പ്രത്യേക സന്ദേശമാണ്. സാധാരണത്വത്തിൽ നിന്ന് അസാധാരണത്വത്തിലേക്ക്, ഭൂമിയുടെ തലത്തിൽ നിന്ന് സ്വർഗത്തിന്റെ തലത്തിലേക്ക് നാം ഉയരേണ്ടവരാണ്. ആനയ്ക്ക് അതിൻ്റെ വലിപ്പം അറിയത്തില്ലെന്ന് പറഞ്ഞതുപോലെ നമ്മളിൽ പലർക്കും നമ്മുടെ വിലയും നിലയും അറിയുകയില്ല. യേശുനാഥൻ തൻ്റെ പീഡാനുഭവവും മരണവും പ്രത്യേകിച്ച് ഉയർപ്പ് വഴിയായി നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്തിരിക്കുകയാണ്. നിത്യജീവൻ അതിൽ തന്നെ ദൈവീകമാണ്. പുനരുത്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ദൈവത്തോടു കൂടിയുള്ള ഭാഗഭാഗിത്വമാണ്. പരിശുദ്ധാത്മാവിനാൽ നാം മുദ്ര വയ്ക്കപ്പെട്ടവരായതുകൊണ്ട് ദൈവരാജ്യത്തിന് നാം അർഹരാണ്. ഈ അർഹത നിതരാം വ്യക്തമാക്കപ്പെട്ടത് പരിശുദ്ധ ഉത്ഥാന പെരുന്നാളിലൂടെയാണ്. നാം ഇങ്ങനെ ഈ ലോകത്തിൽ വില കുറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് അന്യത്ര അസ്വസ്ഥരാക്കേണ്ട മനുഷ്യരല്ല. നാം നമ്മുടെ വലിപ്പവും മഹത്വവും അറിയണം. കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായ നാം, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മഹത്വമാണ് പരിശുദ്ധമായ ഉത്ഥാനം. ഉത്ഥാനം വഴി നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. തിന്മയുടെ സകല ശക്തിയെയും തകർത്തുകൊണ്ട് യേശുതമ്പുരാൻ ഉയർത്തപ്പോൾ നമുക്കും ഒരു വലിയ പ്രതീക്ഷയാണല്ലോ ഈ ക്രിസ്മസ്, ഈ ഈസ്റ്റർ നൽകുന്നത്. പ്രത്യാശ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈ വലിയ സമാധാനത്തിലേക്ക്, ദൈവഭവനത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരാഹ്വാനമാണ് ഉത്ഥാന പെരുന്നാൾ. നമ്മുടെ ജീവിതം നിരാശയിൽപ്പെട്ട് ഉഴലുവാനുള്ളതല്ല. സ്വർഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ലൗകിക തലങ്ങളെ വിട്ട് സ്വർഗീയ തലത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ വയ്ക്കുമ്പോൾ നാം ദൈവീക മക്കളായി, ദൈവ മക്കളായി തീരുകയാണ്. ഉത്ഥാനം അങ്ങനെയുള്ളൊരു ആഹ്വാനമാണ്. ദൈവത്വത്തിലേക്ക്, നിത്യതയിലേക്ക് പ്രവേശിക്കുവാനുള്ള ആഹ്വാനമാണ് പുനരുത്ഥാനം. നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. പശുവിനെ പോലെ, മൃഗങ്ങളെ പോലെ ഈ ലോകത്തിൽ ചത്തൊടുങ്ങാനുള്ളവരല്ലല്ലോ മനുഷ്യൻ. തൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയത് നിത്യതയിൽ ദൈവത്തോടൊത്ത് വസിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ വാസം, നിത്യതയിലേക്കുള്ള വാസത്തിൻ്റെ ആഹ്വാനമാണ് പരിശുദ്ധമായ ഉയർപ്പ്. ഉയർപ്പിലൂടെ കടന്നു പോകുന്ന, ഉയർപ്പിന്റെ പ്രത്യാശയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഒരു പുതിയ തുടക്കമാണ് ഉയർപ്പ് നമുക്ക് നൽകുന്നത്. നീ ഭഗ്നാശനായിരിക്കാനുള്ളവനല്ല, നീ നിരാശപ്പെട്ടിരിക്കാനുള്ളവനല്ല, നീ പ്രതീക്ഷയുള്ളവനായി ദൈവത്തോട് കൂടെ ദൈവരാജ്യത്തിൽ യാത്ര ചെയ്യുവാനുള്ളവനാണ്. ദൈവരാജ്യത്തിലേക്ക്, ഈ ദൈവരാജ്യത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അത് ഭക്ഷണവും പാനീയവുമല്ല, ദൈവത്തോട് ഒത്തുള്ള വാസം. ഇവിടെ ഈ ഭൂമിയിൽ കണ്ണാടിയിൽ എന്ന പോലെ നാം കാണുന്നു. സ്വർഗരാജ്യത്തിൽ മുഖാമുഖം നാം ദൈവത്തെ കാണുകയാണ്. അപ്പോൾ അനന്തകരമായ
എ ബ്ലിസ്ഫുൾ ലിവിങ് വിത്ത് ഗോഡ്. ദൈവത്തോടൊത്തുള്ള ഒരു ജീവിതം എന്ന് പറയുമ്പോൾ അനിതര സാധാരണമായ പ്രകാശത്തിൽ വസിക്കുന്ന അനുഭവമാണ്. ദൈവം പ്രകാശത്തിൽ വസിക്കുന്നവരാണ്. ഉയർപ്പ് പ്രകാശത്തിന്റെ തിരുനാളായി മാറിക്കൊണ്ട് നമ്മെ പ്രകാശത്തിലേക്ക് വിളിക്കുകയും പ്രകാശത്തിന്റെ ആ പ്രചുരിമയിൽ ജീവിക്കുവാൻ ദൈവത്തോടൊത്ത്, യേശുവിനോടൊത്ത്, പരിശുദ്ധ തൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ ഉത്ഥാനം നമുക്കൊരു നേട്ടമാണ്. ഉത്ഥാനം നമുക്കൊരു സമ്മാനമാണ്. ഉത്ഥാനം നമുക്ക് ഉയരാണ്. ഉത്ഥാനം നമുക്കൊരു ഉയർച്ച നൽകുകയാണ്. താണുകിടന്നവനെ ഉത്ഥാന മഹാരഹസ്യത്തിലൂടെ യേശു ഉയർത്തി തൻ്റെ പിതാവിനോടൊത്ത് പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സ്വർഗത്തിൽ നിത്യതയിൽ സന്തോഷിക്കുവാൻ വിളിക്കുന്ന അനുഭവമാണ് ഉത്ഥാന പെരുന്നാൾ. അപ്പോൾ ഈ ഉത്ഥാനത്തെ പറ്റി, അതുകൊണ്ട് ഉന്നതത്തിലുള്ളവയെ പറ്റി ചിന്തിക്കണം. നാം ദൈവസന്നിധിയിലേക്ക് കടന്നു പോകേണ്ടവരാണ്. ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയിൽ നാം ജീവിക്കേണ്ടവരാണ്. അത് നമ്മളെ എപ്പോഴും നിരന്തരം സന്തോഷിപ്പിക്കും. അതുകൊണ്ട് ഈ ജീവൻ കെട്ട വിലകെട്ട കാര്യങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ട് നടക്കാതെ, ലൗകികമായ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാതെ, ദൈവീകമായ സ്വർഗീയമായ കാര്യങ്ങളെപ്പറ്റി, ദൈവീക മൂല്യങ്ങളെപ്പറ്റി, സനാതന മൂല്യങ്ങളെപ്പറ്റി, ധാർമ്മിക മൂല്യങ്ങളെപ്പറ്റിയൊക്കെ ചിന്തിച്ച് ധ്യാനിച്ച് ആ ഉയർപ്പിന്റെ പ്രത്യാശയിൽ അനുദിനം ജീവിക്കുവാനും ആ നിത്യതയിൽ സന്തോഷിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.